ഹലോ. അപ്പോൾ ഞങ്ങളുടെ ചെടിയിലുണ്ടായിരുന്ന വെള്ള കാന്താരി വലിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായി മൂത്തിട്ടുണ്ടായിരുന്നു. പഴുത്തതും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പഴുത്തതും മൂത്തതും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. പഴുത്തതിനെ നമ്മൾ ഉണക്കിയിട്ട് മുളക് പൊടിക്കാൻ പോകുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൊടുത്തു വിടും കേട്ടോ. കൊളസ്ട്രോളിനൊക്കെ നല്ലതാണല്ലോ കാന്താരി. അതുപോലെ നല്ല എരിവും കിട്ടും കേട്ടോ മുളക് പൊടിക്കൊക്കെ. അപ്പോൾ നമ്മുടെ പച്ച കാന്താരിനെ ഓട്ട തുളത്തിയിട്ട് അതിൽ തൈരും അതുപോലെ ഉപ്പും ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. കൈ കൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ആ ഒരു പുളിപ്പ് ഉപ്പൊക്കെ എല്ലായിടത്തും പിടിച്ച് നല്ല സെറ്റായി വരും കേട്ടോ. ഇനി നമുക്കൊരു മുറം ഒരു പ്ലാസ്റ്റിക് കവർ വിരിച്ചിട്ട് അതിലാണ് ഞാൻ ഉണക്കാൻ വെക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒരു 3-4 ദിവസം വേണ്ടി വന്നു കേട്ടോ അതൊന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. നല്ല വെയിലുണ്ടായിരുന്നു. വെയിലിനനുസരിച്ച് നമുക്ക് ടൈം എടുക്കുമല്ലോ. അപ്പോൾ ആ മുറത്തിലൊക്കെ നന്നായി പരത്തി കൊടുത്തിട്ട് ആണ് ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് അപ്പോൾ ഉണങ്ങി നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഉണങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ തൈരാണല്ലോ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ തൈരൊക്കെ ഉണങ്ങി നല്ല പൊടിഞ്ഞ് പൊടിയായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മുറത്തിൻ്റെ അടിഭാഗത്തായിട്ട്. അപ്പോൾ നമ്മളൊക്കെ കാന്താരിയൊക്കെ നല്ല ഉപ്പും പുളിപ്പും ഒക്കെ പിടിച്ചിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു പ്ലാസ്റ്റിക് ഡപ്പയിൽ ആക്കി വയ്ക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അതിൽ തണുത്ത് പോവില്ല. അപ്പോൾ നമുക്കിനി ഭക്ഷണം കഴിക്കുമ്പോൾ എടുത്ത് എണ്ണയിലിട്ട് വറുത്ത് കഞ്ഞീൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെ കഴിക്കാവുന്നുള്ളൂ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്.